ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് മറ്റൊരു ട്രെയിൻ സ്പോട്ടിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ പോകുന്നത് കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ്. എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ സ്പോട്ട് ചെയ്തതാണ്. അതിൻ്റെ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനാണ് ഈ കളമശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന റോഡ്. മെയിൻ റോഡിൻ്റെ അവിടെ തന്നെയാണ്. മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് ഈ വഴി കയറി പോയി കഴിഞ്ഞാൽ കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ്. ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ വഴി കയറി വരുമ്പോൾ ഉള്ള വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലായിട്ട് ഒരു ട്രാക്കുണ്ട്. ട്രാക്ക് കഴിഞ്ഞിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇത് ആ കാണുന്നതാണ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഇടപ്പള്ളി കണ്ടിടക്കാൻ ഇവിടെ ഒരു വലിയൊരു കർവുണ്ട്. പക്ഷേ ഇത് അത്ര ലെന്തൊന്നുമില്ല. പ്ലാറ്റ്ഫോമിന് അത്ര നീളമൊന്നുമില്ല. വളരെ ചെറിയൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ 4 ട്രാക്കുണ്ട്. ഇടപ്പള്ളി പറഞ്ഞ കണക്ക് തന്നെ ഇവിടെ ഒരു ലൂപ്പുണ്ട്, അപ്പുറം ഒരു ലൂപ്പ് ട്രാക്കുണ്ട്, നടുക്കൂടെ 2 മെയിൻ ട്രാക്ക് പോകുന്നുണ്ട്. ലൂപ്പ് ഈ ആദ്യം നിൽക്കുന്നത് 1ാമത്തെ പ്ലാറ്റ്ഫോം. ഇത് തൃശ്ശൂരോട്ട് പോകുന്ന ട്രെയിനുകൾ സ്റ്റോപ്പ് ചെയ്യുന്ന ലൂപ്പ് ലൈനാണ്. അങ്ങ് 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുന്നത് എറണാകുളത്തോട്ട് പോകുന്ന ട്രെയിനെല്ലാം നിർത്തുന്ന ലൂപ്പ് ലൈനാണ് വരുന്നത്. ഇവിടെ പിന്നെ FOB ഒന്നുമില്ല. നമ്മൾ ട്രാക്ക് ക്രോസ് ചെയ്ത് വേണം പോകാൻ. അപ്പം ആദ്യം സ്പോട്ട് ചെയ്യാൻ പോകുന്നത് ഗോരഖ്പൂർ നിന്ന് കൊച്ചുവേളി വരെ പോകുന്ന ഗോരഖ്പൂർ കൊച്ചുവേളി റെപ്തിസാഗർ എക്സ്പ്രസ് ആണ്. ഇത് ശനിയും ഞായറും ചൊവ്വയും മാത്രം സർവീസ് നടത്തുന്ന വണ്ടിയാണ്. ഇതാണ് ആദ്യം നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇവിടെ ഒരു 10:30 ആകുമ്പം ഈ കളമശ്ശേരി സ്കിപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പം ഏകദേശം സമയം 11:15 ആവാൻ പോകുന്നു. ഏകദേശം 3/4 മണിക്കൂർ വണ്ടി ലേറ്റാണ് ഇപ്പം. അപ്പോൾ ആ വണ്ടിയാണ് ആദ്യം നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. കൊച്ചുവേളി റെപ്തിസാഗർ എക്സ്പ്രസ്സിന് കൊടുത്തിരുന്നത് റോയാപുരത്തിൻ്റെ WP7 ആയിരുന്നു. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോയി. ഇനിയിപ്പോൾ ഉടനെ തന്നെ അടുത്ത പരശുറാം എക്സ്പ്രസ് വരുന്നുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ് ആണ് അടുത്ത് വരുന്നത്. അത് ഏകദേശം ഓൺ ടൈം തന്നെയാണ്. അപ്പോൾ അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത് അതായിരിക്കും. പരശുറാം എക്സ്പ്രസ് സ്കിപ്പ് ചെയ്ത് പോയി. ആരക്കോണത്തിൻ്റെ WP4 ആയിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പം തന്നെ അടുത്ത ഇവിടെ സിഗ്നൽ വീണിട്ടുണ്ട്. അടുത്ത മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം പോകുന്ന വന്ദേ ഭാരത് വരാറായിട്ടുണ്ട്. ആലപ്പുഴ വഴി പോകുന്നത്. അതിനാണ് അടുത്ത, അതും ഓൺ ടൈം തന്നെയാണ്. അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്ന ആ ട്രെയിനായിരുന്നു. അപ്പം വന്ദേ ഭാരത് പോയി. ഇപ്പോഴത്തെ വന്ദേ ഭാരത് പോയതിൻ്റെ പുറകെ തന്നെ അതേ റൂട്ട് തന്നെ, എറണാകുളം റൂട്ടിലോട്ട് തന്നെ
ഗ്രീൻ സിഗ്നൽ കിടപ്പുണ്ട്. ഇനി വല്ല ഫ്ലൈറ്റും വരാനുള്ളതാണോ എന്ന് അറിയില്ല, നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അതെന്തുവാന്ന് സ്പോട്ട് ചെയ്യാം, എന്തായാലും നോക്കാം. പിന്നെ അപ്പുറത്തെ ലൈനിൽ കൂടെ തിരുവനന്തപുരത്ത് നിന്ന് സെക്കന്ദരാബാദ് വരെ പോകുന്ന ഡെയിലി സർവീസ് നടത്തുന്ന ശബരി എക്സ്പ്രസ് വരുന്നുണ്ട്. അപ്പം ഇപ്പുറത്തൂടെ ഏത് ട്രെയിനാണെന്ന് അറിയില്ല. ഗുഡ്സ് വല്ലതും ആവാൻ ചാൻസ് കൂടുതലായിരിക്കും, നോക്കാം എന്തായാലും. അപ്പം ശബരി എക്സ്പ്രസ് സ്കിപ്പ് ചെയ്ത് പോയി. ശബരി എക്സ്പ്രസ്സിന് കൊടുത്ത 8RC ഡീസൽ ലോക്കോ ഷെഡില് WP4 ആയിരുന്നു. പിന്നെ ഇപ്പുറത്തൂടെ ഒരു വന്ദേ ഭാരത പോയി, ഓറഞ്ച് കളർ വന്ദേ ഭാരത. ഇനി എന്തെങ്കിലും ഷണ്ടിങ് നടത്തിക്കൊണ്ട് പോയാണോന്ന് അറിയില്ല. അത് റണ്ണിങ് ഉള്ള സർവീസ് നടത്തിയ വണ്ടിയല്ല, അല്ലാതെ എന്തോ കൊണ്ടുപോയതാണ്. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ 2 വന്ദേ ഭാരത അടുപ്പിച്ചാൽ പോയത്, ഒരു 5 മിനിറ്റ് പോലും ഡിഫറൻസ് ഇല്ലാതെയാണ് രണ്ടും പോയത്. ആദ്യം പോയത് നമ്മുടെ റൂട്ട് ഓടുന്ന സർവീസ് ഉള്ള വണ്ടിയായിരുന്നു പോയത്. രണ്ടാമത് പോയത് എന്താണെന്ന് അറിയില്ല, ഇനി എങ്ങോട്ടെങ്കിലും മാറ്റിയിടാൻ വല്ലതും കൊണ്ടുപോയതാണെന്ന് അറിയില്ല. പിന്നെ ഇനിയിപ്പം കുറച്ച് നേരത്തേക്ക് ഇനി ഒരു അരമണിക്കൂറത്തേക്ക് ഇനി ട്രെയിനൊന്നും ഇല്ല. ഇപ്പം ഞാൻ വന്നിട്ട് ഇത്ര നേരം അടുപ്പിച്ച് ട്രെയിനായിരുന്നു. ഒരു ട്രെയിൻ അപ്പുറത്തൂടെ പോകും, അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ സിഗ്നൽ വീഴും, പിന്നെ ഇപ്പുറത്തൂടെ പോകും, അപ്പുറത്തൂടെ, അങ്ങനെ സിഗ്നൽ വീണുകൊണ്ടേ ഇരുന്ന് പെട്ടെന്ന് ട്രെയിൻ പോക്കായിരുന്നു. ഇനിയിപ്പം അരമണിക്കൂർ കഴിഞ്ഞ് ഇനി അടുത്ത വരുന്നത് സെക്കന്ദരാബാദിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന ശബരി ആവാനാണ് സാധ്യത. അല്ലാതെ വേറെ ട്രെയിൻ വരാൻ ചാൻസ് ഇല്ല. അതായിരിക്കും അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്ന ട്രെയിൻ എന്നുള്ളത്. പിന്നെ ഈ കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുമ്പം ഇവിടെ നമ്മുടെ എടപ്പള്ളി കണക്കല്ല, ഇവിടെ ട്രെയിനിൻ്റെ സ്റ്റോപ്പ് വളരെ കുറവാണ്. ഇവിടെ രാവിലെ എറണാകുളം ഭാഗത്തേക്കാണെങ്കിൽ 4 ട്രെയിൻ മാത്രമേ സ്റ്റോപ്പുള്ളൂ. തൃശ്ശൂർ ഭാഗത്തേക്കാണെങ്കിൽ 5 ട്രെയിൻ സ്റ്റോപ്പുണ്ട്. ഈ 5 എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിലമ്പൂർ, കോട്ടയത്ത് നിന്ന് നിലമ്പൂർ പോകുന്ന വണ്ടിക്ക് നിലമ്പൂരോട്ട് പോകുന്ന സമയത്ത് കളമശ്ശേരി സ്റ്റോപ്പുണ്ട്. എന്നാൽ തിരിച്ച് കോട്ടയത്തോട്ട് പോകുമ്പോൾ കളമശ്ശേരി അതിന് സ്റ്റോപ്പില്ല. ബാക്കി വരുന്ന 3 പാസഞ്ചേഴ്സ്, അതിൽ 1 പാസഞ്ചർ 2 മെമു ആണ്. പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ് ആണ്, അത് ഡെയിലി സർവീസ് ഉള്ളത് ആ വണ്ടിയാണ്. അപ്പോൾ ഈ ഇങ്ങനെ 4 വണ്ടിക്കാണ് ഇവിടെ കളമശ്ശേരി ആകെ സ്റ്റോപ്പുള്ളൂ. പിന്നെ എടപ്പള്ളി ഞാൻ ട്രെയിൻ സ്പോട്ടിങ് ചെയ്ത സമയത്ത് അവിടെ എക്സ്പ്രസ്സുകളുടെ കൂട്ടത്തിൽ ചെന്നൈയിൽ നിന്ന് MGR ചെന്നൈയിൽ നിന്ന് ആലപ്പുഴ പോകുന്ന ഡെയിലി സർവീസ് ഒരു എക്സ്പ്രസ് ഉണ്ട്. ഒരു 8:30 റേഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് 9 മണി റേഞ്ച് ആകുമ്പോഴത്തേക്ക് എടപ്പള്ളി അതിന് സ്റ്റോപ്പ് ഉണ്ട്. അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ്, അതിനും എടപ്പള്ളി സ്റ്റോപ്പ് ഉണ്ട്. അത് ഏകദേശം ഒരു 7:30 റേഞ്ച്, 7:45 ആ ഒരു റേഞ്ചിനാണ് എടപ്പള്ളിയിൽ എത്തുന്നത്. അതിനും അവിടെ സ്റ്റോപ്പുണ്ട്. ആ 2 ട്രെയിൻ ഞാൻ അന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇവിടെ സ്റ്റോപ്പ് വരുന്ന ട്രെയിൻ എന്ന് പറയുന്നത്. ഇത് ഈ കളമശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഒരു 2 ട്രാക്കാണ് കേട്ടോ. ഇല്ല, ഈ ട്രാക്കിൽ ഗുഡ്സൊക്കെ ഇടാറുണ്ട്. അപ്പുറത്തെ ട്രാക്ക് വേറെ ആ റോഡ്, അപ്പുറത്തൊരു റോഡുണ്ട്, ആ റോഡിൻ്റെ വശത്തൂടെ ഇങ്ങനെ പോകുന്ന ഒരു ട്രാക്കാണ്. അത് കുറേ ദൂരമുണ്ട്. അത് പണ്ട് കാലത്ത് ഗുഡ്സ് ട്രെയിൻ മാത്രം ഓടിക്കൊണ്ടിരുന്നൊരു ട്രാക്കായിരുന്നു. ഇപ്പം പോകത്തില്ല. പക്ഷെ അത് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ആർമി പോലത്തെ എന്തോ ഒരു ഓഫീസുണ്ട്, കുറേ പോകണം അങ്ങ്. അപ്പോൾ ഈ റോഡിനോട് ചേർന്ന് തന്നെ കുറേ ദൂരം പോകും. നല്ലൊരു വ്യൂ അവിടെ കാണാനൊക്കെ. അപ്പോൾ അതുവഴി അവർക്ക് സാധനങ്ങളൊക്കെ എത്തിക്കാനായിട്ട് പോകുന്ന വണ്ടികൾ മാത്രമായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് ഉപയോഗിക്കാറില്ല, മൊത്തം കാട് കയറി കിടക്കുക. പക്ഷേ ഇപ്പോഴും നല്ലൊരു വ്യൂ കാണാനൊക്കെ. പക്ഷേ ട്രെയിനും കൂടെ പോയാൽ കിട്ടില്ലായിരുന്നേ. പിന്നെ ഈ ട്രാക്കിൽ ഇപ്പം ഗുഡ്സൊക്കെ വന്ന് ഇടാറുണ്ട്. ഇങ്ങനെ 2 ട്രാക്ക് ബാക്ക് സൈഡിലുണ്ട്. ഇപ്പോൾ 2 നിന്നും ട്രെയിൻ വരുന്നുണ്ട്. എവിടേക്ക് നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു വശത്ത് ഗ്രീൻ സിഗ്നൽ വീണിട്ടുണ്ട്. ഇപ്പുറത്തെ ഒരു WH9 വരുന്നുണ്ട്, പക്ഷെ സ്ലോ ഇല്ല. അത് ലൂപ്പ് ലൈനിൽ കയറുക. ഇവിടെ നിന്ന് വരുന്ന വണ്ടിയുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ, വണ്ടിയെ കാണുന്നില്ല. ഗ്രീൻ സിഗ്നൽ വീണ് കിടപ്പുണ്ട്.
അപ്പം അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത് സെക്കന്ദരാബാദിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ശബരി എക്സ്പ്രസ് ആണ്. അതിന്ന് ലേറ്റാണ്, 1 മണിക്കൂറോളം ലേറ്റാണ്. അപ്പോൾ അത് ആലുവ എത്താറായിട്ടുണ്ട്. ആലുവ സ്റ്റോപ്പുണ്ട്. ആലുവ കഴിഞ്ഞ അടുത്ത സ്റ്റേഷനാണ് ഈ കളമശ്ശേരി. അതാണ് അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ തൊട്ട് പിന്നാലെ ജാംനഗറിൽ നിന്ന് തിരുനെൽവേലി വരെ പോകുന്ന ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ്സും വരുന്നുണ്ട്. അതും ഇന്ന് ലേറ്റാണ്. അത് ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് ലേറ്റാണ്. ശരിക്കും ജാംനഗർ പോയതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ശബരി വരേണ്ടത്. ഇപ്പം ശബരിയുടെ പുറകെയാണ് ജാംനഗർ വരുന്നത്. പക്ഷേ ഓവർടേക്കിംഗ് നടക്കാൻ സാധ്യതയില്ല. കാരണം ഇത് എറണാകുളം ടൗൺ കഴിയുമ്പം രണ്ട് വശത്തേക്ക് പോകും. ശബരി എറണാകുളം ടൗൺ കയറി കോട്ടയം റൂട്ട് പോകും. ജാംനഗർ എറണാകുളം ജംഗ്ഷൻ കയറി ആലപ്പുഴ വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് ഓവർടേക്കിംഗ് നടക്കാൻ സാധ്യതയില്ല. അപ്പം ആദ്യം ശബരി സ്പോട്ട് ചെയ്യാം. അതിൻ്റെ പുറകെ തിരുനെൽവേലി എക്സ്പ്രസ്സും സ്പോട്ട് ചെയ്യാം. നേരത്തെ വന്ന വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. പിടിച്ചിട്ടേക്കാണോ എന്നറിയില്ല, അതിന് ഇവിടെ കിടക്കത്തേ ഉള്ളോ എന്നറിയില്ല. ഇനിയിപ്പോൾ തിരുനെൽവേലിയും കൂടെ പോയിട്ട് ചിലപ്പോൾ എടുക്കുമായിരിക്കും, അറിയില്ല. പിന്നെ അതിൻ്റെ മുമ്പിലൊരു ഗുഡ്സ് കിടപ്പുണ്ട്. അത് ഞാൻ വന്നപ്പോൾ തൊട്ടുണ്ട്, ഇപ്പുറം ഉണ്ട്. ഈ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ട്രാക്കാണ് കേട്ടോ. ഇതാണ് ആ ട്രാക്ക്. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോട്ട് വന്ന ട്രാക്കാണ്. ട്രാക്കിലോട്ട് ഇങ്ങനെ ഇട്ടേക്കുക. അങ്ങനെ 3 എണ്ണം ഇപ്പോൾ കിടപ്പുണ്ട്. ഒന്നിപ്പോൾ വന്നത്, 2 എണ്ണം ഓൾറെഡി ഇവിടെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ശബരി എക്സ്പ്രസ് പോയി. ശബരി എക്സ്പ്രസ്സിന് കൊടുത്തിരുന്നത് വിജയവാദയുടെ WP4 ആയിരുന്നു. ഇനിയിപ്പോൾ തിരുനെൽവേലി വരാറായിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടുത്ത സ്പോട്ട് ചെയ്യാം. അങ്ങനെ ഈ വണ്ടി എടുത്തോണ്ട് പോവാം. തിരുനെൽവേലി എക്സ്പ്രസ് പോയപ്പോഴത്തേക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോവാം. നല്ല വെയിലായിരുന്നു. ഇപ്പോൾ മഴ തുടങ്ങി, നല്ല മഴ തുടങ്ങി. പക്ഷെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമുണ്ട് മഴ പെയ്യുമ്പോൾ കാണാൻ.
വെയിലുള്ള കണക്കല്ല, നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ആ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ദൂരെ നിന്ന് ഇങ്ങനെ കാണാം അതിൻ്റെ ട്രെയിനിൻ്റെ ശബ്ദങ്ങൾ. ഇവിടെ എന്തൊക്കെ ഗുഡ്സുകൾ, ഈ എൻജിനൊക്കെ വന്ന് കപ്ലിങ് ചെയ്യുന്നൊരു പരിപാടി എന്തൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിൻ്റെ ശബ്ദങ്ങളും ഇതൊക്കെ ആയിട്ട് ഇരിക്കുക. ഷോക്ക് അടിച്ചിരുന്നു അപ്പോഴേ ഈ മഴ പെയ്തത്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ ട്രെയിനുള്ളൂ. അതുവരെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇപ്പം പോയത് കൊച്ചുവേളിയിൽ നിന്ന് പോർബന്ദർ വരെ പോകുന്ന വീക്ക്ലി എക്സ്പ്രസ് ആണ്. ഇത് ഇന്നലെ കൊച്ചുവേളിയിലോട്ട് പോകും. കൊച്ചുവേളി ഒരു വൈകിട്ട് 6 മണി വരെയൊക്കെ, 6 മണി ആ റേഞ്ചിലെത്തും. എന്നിട്ട് ഇന്ന് രാവിലെ ഒരു 9 മണിയാകുമ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് എടുക്കും. അങ്ങനെയാണ്. ആഴ്ചയിൽ ഞായറാഴ്ച മാത്രമാണ്. പോർബന്തറിലോട്ട് പോകുമ്പോൾ ഞായറാഴ്ചയും കൊച്ചുവേളിയിലോട്ട് വരുന്നത് ശനിയാഴ്ചയാണ്. അടുത്ത ഇനി സ്പോട്ട് ചെയ്യാൻ പോകുന്ന അടുത്ത മംഗലാപുരത്ത് നിന്ന് കന്യാകുമാരി പോകുന്ന പരശുരാമ എക്സ്പ്രസ് വരാറുണ്ട്. അതിപ്പോൾ വരാറായി, സിഗ്നൽ വീണിട്ടില്ല. അത് ആലുവ എത്തിയിട്ടുണ്ട്. അടുത്ത സ്പോട്ട് ചെയ്യുന്നത് അതായിരിക്കും. പരശുരാം വരുന്നുണ്ട്. ഔട്ടർ പിടിച്ചിട്ടായിരുന്നു, ഇപ്പം എടുത്തോണ്ട് വരിക. ഇവിടെ സിഗ്നൽ വീണിട്ടുണ്ട്. ഞാൻ കിടക്കുന്ന ട്രാക്കിൻ്റെ അവിടെ ഒരു ഡീസൽ ലോക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്തൂടെ ഒരു WG9 പോകുന്നുണ്ട്. ഇപ്പോൾ അതാ നേത്രാവതി എക്സ്പ്രസ് ആയിരുന്നു, അതിൻ്റെ സിഗ്നൽ കണ്ടിട്ടുണ്ട്. ലോക്മാന്യ തിലകത്തിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ആണ്. അതും അങ്ങനെ വരുന്നുണ്ട്.
ഇപ്പം പോയത് തിരുവനന്തപുരത്ത് നിന്ന് ലോക്മാന്യ തിലക് വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ആണ്. ഇന്ന് 50 മിനിറ്റോളം വണ്ടി ലേറ്റായിട്ടാണ് ഓടുന്നത്. പക്ഷേ ലോക്മാന്യ തിലകിൽ നിന്ന് തിരുവനന്തപുരം പോയ വണ്ടിക്ക് 10 മിനിറ്റ് ലേറ്റ് ആകണ്ടുള്ളൂ, വലിയ കുഴപ്പമില്ല. ഇത് പോയി ഇനിയിപ്പം ധാൻബാദിൽ നിന്ന് ആലപ്പുഴ പോകുന്ന വണ്ടിയുണ്ട്, അത് 2 മണിക്കൂർ ലേറ്റാണ്. അതാണ് അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത്. ഈ വരുന്നത് ധാൻബാദിൽ നിന്ന് ആലപ്പുഴ പോകുന്ന എക്സ്പ്രസ് ആണ്. ഇന്ന് 2 മണിക്കൂർ ലേറ്റാണ് ആള് കേട്ടോ, 2 മണിക്കൂർ ലേറ്റായിട്ടാണ് വരുന്നത്. ധാൻബാദിൽ നിന്ന് ആലപ്പുഴ പോകുന്ന വണ്ടി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ ട്രെയിൻ സ്പോട്ടിൽ നിന്ന് നിർത്തുക. ഞാൻ ശരിക്കും ഒരു 5 മണി റേഞ്ച് വരെ ഇവിടെ നിൽക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഒരുപാട് ട്രെയിൻ കിട്ടിയോണ്ട് ഇപ്പം നിർത്താമെന്ന് വിചാരിച്ചു. ഇപ്പം ഏകദേശം 2:30 സമയമായി. ഞാനൊരു 10:30 റേഞ്ചിൽ വന്നത്, 10:30 തൊട്ട് 2:30 4 മണിക്കൂറോളം ഇവിടെ നിന്നു. ഇനി അരമണിക്കൂറത്തേക്ക് ട്രെയിനൊന്നും ഇല്ല. ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് ഒരു മെമു ഉണ്ട് പാലക്കാട് പോകുന്ന, അതിനിവിടെ സ്റ്റോപ്പുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തൂടെ ഗുരുവായൂരിൽ നിന്ന് എറണാകുളം പോകുന്ന പാസഞ്ചർ ഉണ്ട്, ഒരു 3:15 റേഞ്ചിന് അതിവിടെ എത്തും, അതിനും സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ചറവറ ട്രെയിൻ, ഏറനാട്, പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളം ഇന്റർസിറ്റി, വേനാട് എക്സ്പ്രസ്, ജനശതാബ്ദി, കേരള, പിന്നെ ജയന്തി ജനത, ഇതെല്ലാം ഏകദേശം 1.5 മണിക്കൂർ റേഞ്ചിൽ ഒരുപാട് ട്രെയിൻ പോകാനുണ്ട്. അപ്പം അതൊക്കെ സ്പോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇപ്പം വീഡിയോ ഒരുപാട് ലെന്തായി പോകും, അതാ പിന്നെ ഇത്രയും ട്രെയിനിൻ്റെ മതിയെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അടുത്ത സ്റ്റേഷൻ ആലുവ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അത് സ്പോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നത്തേനും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ്, എപ്പോഴും നല്ല തിരക്കാണ്. നമുക്ക് നല്ലതുപോലെ ഫ്രീ ആയിട്ട് ട്രെയിൻ സ്പോട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അത് ഞാൻ പിന്നെ ഒരു ദിവസം അതിൻ്റെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്ത ആലുവ കഴിഞ്ഞുള്ള അടുത്ത ഒരു ചെറിയ സ്റ്റേഷനുണ്ട്, ചൊവ്വര എന്ന് പറയുന്ന ആ സ്റ്റേഷനിലെ ട്രെയിൻ സ്പോട്ടിംഗ് ആയിരിക്കും അടുത്ത വരുന്നത്. അപ്പം അടുത്ത ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും ബൈ.